ഹലോ, നിങ്ങൾ ഉപ്പുമാവ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അതെ, നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ തരി ബിരിയാണി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് 250 ഗ്രാം റവയും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇപ്പം റവ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പാൻ മാറ്റി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. റവ റോസ്റ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് പോവാം. വീണ്ടും ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് 2 ചെറിയ കഷ്ണം കറുകാപ്പട്ടയും 1 കറുകാപ്പട്ടയുടെ ഇലയും 2 ഗ്രാമ്പും 1 ഏലക്കായും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും സവാള നന്നായി വാടി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 മുളക് ചതച്ചതും 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന്ന് ഒരല്പം സവാള മാറ്റി വെക്കണേ, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ റവ എടുത്ത അതേ കപ്പ് അളവിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഫൈനലി നമ്മുടെ തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം, കഴിക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.